പിണറായി വിജയൻ എന്ന കരുത്തനായ CPM ഭരണാധികാരി ഭരിക്കുന്ന സർക്കാരിനെതിരെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റനൻറ്റിനെതിരെ ഒരു ഭരണകക്ഷി MLA തന്നെ ശക്തിയുക്തം രംഗത്ത് വരണമെങ്കിൽ ദർ ഇസ് എ മാൻ ബിഹൈൻഡ്. ദർ ഈസ് നോട്ട് എ മാൻ, ദർ ഈസ് സെവറൽ മെൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കറക്റ്റ് സമയം നോക്കി അടിച്ചു, കറക്റ്റായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കരമായൊരു പ്ലോട്ടാണ്. CPM-ലെ ചില വിമതർ അൻവറിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ വിയോജിക്കുമോ? അത് എനിക്ക് യോജിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അൻവർ ഒരു ചെറിയ മീനല്ല. ചെറിയ മീനല്ല. അദ്ദേഹത്തിൻ്റെ പ്ലോട്ടുകൾ വളരെ നിർണായകമാണ്. CPI-ക്കകത്ത് പോലും ഒരു വലിയ വിഭാഗം അസ്വസ്ഥരാണ്. അങ്ങനെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ അൻവറിന്റെ പിന്നിലെ CPM വിമതൻ ആരായിരിക്കാം? അല്ലെങ്കിൽ കൂടെ നിന്ന് പണിയുന്ന ഒറ്റുകാരൻ ആരായിരിക്കാം? നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായി ചേരുന്നു ശ്രീ MS വേണുഗോപാൽ, ആം ആദ്മി പാർട്ടി മുൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. സർ, ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മലയാള സിനിമയിലെ പ്രശ്നങ്ങളായിരുന്നു സജീവ ചർച്ച. ഇതിനൊരു അവസാനം വേണ്ടേ എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ച് വെച്ചതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മൾ പറയുകയും ചെയ്തു, അടുത്ത ഒന്നാം തരം ഒരു വിഷയം വരുമ്പോൾ ഇത് മാറും. അത് കൃത്യമായി വന്നിരിക്കുകയാണ്. പക്ഷേ അത് വന്നത് എല്ലാവരും ഞെട്ടിച്ചത് ഒരു ഭരണകക്ഷി MLA തന്നെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. അതായത് നിലമ്പൂർ MLA PV അൻവർ മുഖ്യമന്ത്രിയുടെ ഫസ്റ്റ് ലെഫ്റ്റനൻറ്റിനെ തന്നെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനായ പ്രതിപുരുഷൻ എന്ന് വേണമെങ്കിലും പറയാവുന്ന ADGP-ക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പല കാരണങ്ങൾ കേൾക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു നമ്മൾ പുറമേ കാണുന്ന പോലെ പെട്ടെന്നുണ്ടായ ഒരു വിഷയമല്ല. ഇതിൻ്റെ പിന്നിലൊരു വലിയ പ്ലോട്ടുണ്ട്. ആ പ്ലോട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്കോ അല്ലെങ്കിൽ മീഡിയയ്ക്കോ പോലും പൂർണ്ണമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി പോലും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേരുകൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? സാധാരണഗതിയിൽ പ്രതിപക്ഷം അതുപോലെ തന്നെ അമ്പരന്നിരിക്കുകയാണ്. CPM-ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നിട്ട് പടനായകനായി നിന്ന് എല്ലാ പ്രതിസന്ധികളെയും എന്താ പറയുക ഒരു ചാവേറിന കണക്ക് വെട്ടിത്തുരത്തി ഈ പോരാളി ഷാജിമാർക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്ന നേതാവാണ് നമ്മുടെ PV അൻവർ. തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹം തന്നെ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുമ്പോൾ സൈബർ പോരാളികൾ പോലും പകച്ചു നിൽക്കുകയാണ്. ഇതിപ്പോൾ കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഇവിടെ ആർക്കും എന്ത് ചെയ്യണമെന്നുള്ളൊരു നിസ്സഹായാവസ്ഥ കൂടെയുണ്ട്. എങ്ങനെ കാണുന്നു അതിനെ? തീർച്ചയായിട്ടും ഇത് നിസ്സഹായാവസ്ഥ മാത്രമല്ല, ഇരുട്ടിൽ തപ്പലാണ്. ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതെങ്ങനെ പെട്ടെന്ന് ഇത്ര ഭയങ്കരമായിട്ട് ഉയർന്നു വന്നു? അത് ആ കൊണ്ടുവന്ന രീതി തന്നെ നല്ല ഒന്നാം തരം ഒരു ഡ്രാമ പോലെയാണ്. ആദ്യമായിട്ട് വരുന്നത് ഒരു സ്റ്റേജിൽ ശ്രീ PV അൻവർ ഇരിക്കുന്നു. അവിടെ പിന്നെ SP വരാൻ താമസിക്കുന്നു. അവിടെ വെച്ച് ചെറിയ കശപിശ ഉണ്ടാകുന്നു, ആ സംസാരം ഉണ്ടാകുന്നു, അതങ്ങ് ഒരു വാർത്തയായി വരുന്നു. പിന്നെ രണ്ടാമത് കുറേശ്ശെയായിട്ട് മരമുറി പ്രശ്നത്തിലേക്ക് പോകുന്നു. അവിടെ പോയി ഒരു കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. ഇങ്ങനെ ഇത് സ്ലോലി ഇതിനെ പിക്ചറിലേക്ക് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ആപ്റ്റായ ദിവസം, അതായത് ഞായറാഴ്ച, എല്ലാവരും വളരെ സന്തോഷമായി വിശ്രമിച്ചൊക്കെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ TV ചാനലിൻ്റെ മുമ്പിൽ 24 മണിക്കൂറും വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലെ, അല്ലെ 12 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് വരുന്ന നിമിഷം കറക്റ്റ് സമയം നോക്കി അടിച്ചു, കറക്റ്റായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കരമായൊരു പ്ലോട്ടാണ്. ഈ പ്ലോട്ട് ആര് എന്നുള്ളതാണ് പ്രശ്നം. ആര് ഡിസൈൻ ചെയ്തു? അപ്പം ഇതിനകത്ത് ഇപ്പം തന്നെ പലർക്കും കൺഫ്യൂഷനുണ്ട്. ഇതിനകത്ത് മതമുണ്ട്, ജാതിയുണ്ട്, രാഷ്ട്രീയമുണ്ട്. CPM-നകത്തെ ചില ഉൾപാർട്ടി പോരുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു മാമാങ്കമാണ്. വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്ര വലിയ ഒരു സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു താഴെത്തട്ട് മുതൽ മോളിൽ തട്ട് വരെ വരുന്ന ഒരു സമ്മേളന രീതിയില്ല. ഇതൊരു രാഷ്ട്രീയ മാമാങ്കം പോലെ അവർ നടത്തുന്നതാണ്. ഒരു ബ്രാഞ്ച് സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിലെ മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് അവിടെ കൊടിയുമൊക്കെ ആയിട്ട് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ആകർഷിക്കുന്ന വിധത്തിൽ. ലോക്കൽ സമ്മേളനം അങ്ങനെ, സംസ്ഥാന ജില്ലാ സമ്മേളനം അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഏരിയ സമ്മേളനം അങ്ങനെ, ആ വിധത്തിൽ ഇത് പൊക്കിക്കൊണ്ടുവന്ന് വലിയൊരു സംസ്ഥാന സമ്മേളനത്തിൽ എത്തുന്ന അതിൻ്റെ പിൻ പോയിന്റിൽ അതിൻ്റെ തലേ ദിവസം അടിക്കേണ്ട സമയത്താണ് ഇത് അടിച്ചിരിക്കുന്നത്. ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP-ക്കെതിരെയാണ് അതിരൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾ ദീർഘകാലം സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനുള്ള അവസരം താങ്കൾക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കളുടെ പക്ഷം എന്താ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ അജിത് കുമാർ ഒരു വിശുദ്ധ പശു എന്നാണോ താങ്കൾ പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ 1000-ഓളം വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതിൻ്റെ ഒരു ഫെഡറേഷൻ്റെ 30 വർഷമായിട്ട് ഇതിൻ്റെ ഒരു ഭാരവാഹിയാണ്, കേന്ദ്ര ഭാരവാഹിയാണ്.
അപ്പോൾ എനിക്ക് ഇവിടുത്തെ ശ്രീ ജേക്കബ് പുന്നൂസ് സാറിൻ്റെ അതിനും മുകളിൽ ഉള്ള കാലം മുതൽ എനിക്ക് ഇവിടെ വന്നിരുന്ന പിന്നെ സൂപ്രണ്ട് പിന്നെ കമ്മീഷണർമാരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അപ്പോൾ ശ്രീ പത്മകുമാർ സിറ്റി പോലീസ് കമ്മീഷണർ, ഇന്നത്തെ DGP പത്മകുമാർ സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കും മുതൽ വളരെ അടുത്ത ബന്ധത്തിൽ ഞാൻ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് പോലീസ്, മനോജ് ബ്രഹ്മ സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആരെ എടുത്താലും അവരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എം ആർ അജിത് കുമാറുമായിട്ട് എങ്ങനെയായിരുന്നു? എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ ഓരോ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യനില്ല എന്നേ പറയുള്ളൂ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു അസോസിയേഷൻ്റെ പ്രതിനിധി അദ്ദേഹത്തിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞൊരു പോലീസ് SI ആണെന്നോ ASI ആണെന്ന് തോന്നുന്നു, ഒരു പൈപ്പ് ലൈൻ മുറിച്ചിട്ട് അത് ഒന്ന് മൂടുക പോലും ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ടിരിക്കുകയാണ്. സാധാരണ ഇതിൽ മൂടണം, കോൺക്രീറ്റ് ചെയ്യണം എന്നൊക്കെ നിയമമുണ്ടല്ലോ. കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഒന്ന് മൂടിയിടുക. ആ മൂടിയിടുന്നത് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ആ അസോസിയേഷൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം ആ തൊപ്പിയുടെ കനം വെച്ചിട്ട് ഇപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ഇദ്ദേഹം ഡയറക്ഷൻ കൊടുത്തെന്നറിയാമോ? ഈ കുഴി മൂടിയിട്ട് താൻ തൊപ്പി വെച്ചാൽ മതി, താൻ തൊപ്പി വെച്ചാൽ മതി എന്ന് വെച്ചാൽ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇത് മൂടിയിരിക്കണം. നിലപാടെടുത്തു. ഇത് ഒരു സംഭവമല്ല. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് അങ്ങനത്തെ 1000 സംഭവങ്ങൾ പറയാൻ കാണുമെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് താങ്കൾ കണ്ട എം ആർ അജിത് കുമാറിനെ കുറിച്ച് താങ്കൾ പറയുന്നു, നല്ല കാര്യം. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു മുഖം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ല, അത് പറയാൻ സാധിക്കില്ല എന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് നമ്മുടെ ശിവശങ്കർ. എം ശിവശങ്കർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം എൻ്റെ ഡയറക്ടറായിരുന്നു. ഞാൻ അവിടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കുമ്പോൾ ഇദ്ദേഹം ഡയറക്ടറായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം, ഞങ്ങളുടെ വകുപ്പിലെ എല്ലാവരുടെയും സങ്കല്പം, ഇവിടുത്തെ ട്രാവൽ ട്രേഡിൻ്റെ സങ്കല്പം പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു സംഭവം നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഇതെങ്ങനെ മാറി എന്നുള്ളത്. ഇത് അധികാരത്തിൻ്റെ ഉത്തുംഗ പദത്തിലെത്തുമ്പം ചീഫ് സെക്രട്ടറിയെ പോലും തട്ടിമാറ്റുന്ന ഒരു സ്റ്റൈലിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളതാണ് പല ചീഫ് സെക്രട്ടറിമാരും പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ആ ചീഫ് സെക്രട്ടറി ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. മുഖ്യമന്ത്രിയുടെ മനസ്സാണ്. മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നിടത്ത് മുഖ്യമന്ത്രി ഒപ്പിടുമെന്ന് പറയുന്ന ധാർഷ്ട്യത്തിലേക്ക് അദ്ദേഹം വന്നു. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ ഇതുപോലെ എം ആർ അജിത് കുമാറിന്റെ മറ്റൊരു മുഖം ഉണ്ടായിരിക്കാം എന്നാണ് അദ്ദേഹത്തിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അല്ലെങ്കിൽ ശിവശങ്കറിന് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എത്ര പെട്ടെന്ന് ഒരു നല്ല മനുഷ്യന് ചീത്തയാകാം, എത്ര പെട്ടെന്ന് ഒരു നല്ല മനുഷ്യന് ഈ സംസ്ഥാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന വിധത്തിൽ പോകാം എന്നുള്ളതാണ്. അജിത് കുമാർ എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. അജിത് കുമാറിൻ്റെ ഒരു ടൂളായിട്ട് നമുക്ക് കാണാം. സർക്കാരിനെതിരെ, അതും പിണറായി വിജയൻ എന്ന കരുത്തനായ CPM ഭരണാധികാരി ഭരിക്കുന്ന സർക്കാരിനെതിരെ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റനൻറ്റിനെതിരെ ഒരു ഭരണകക്ഷി MLA തന്നെ ശക്തിയുക്തം രംഗത്ത് വരണമെങ്കിൽ there is a man behind. There is not a man, there is several men എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളായിരിക്കാൻ വഴിയില്ല. അത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗം തന്നെ ആയിട്ടുള്ള ആൾക്കാരെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അവിടെ ചോദ്യം ചെയ്യാനായിട്ടുള്ള പലരും ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അതായത് CPM-ലെ ചില വിമതർ അൻവറിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ? അത് എനിക്ക് യോജിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് ആരാണെന്ന് പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയാം. പക്ഷേ സൈബർ സ്പേസിൽ പോയാലും ചില ചാനൽ ചർച്ചകളിലേക്ക് പോയാലും എല്ലാവരും EP ജയരാജൻ്റെ പേരാണ് പറയുന്നത്. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അത് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ EP ജയരാജൻ്റെ മാറ്റം എന്ന് പറയുന്നത് മിനിങ്ങാന്ന് വന്നതാണ്. ഇത് ഇന്നലെ വന്ന പ്ലോട്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് ഇത്ര വലിയ ഒരു ഡ്രമാറ്റിക് പ്ലോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് 6 മാസമായിട്ട് നടക്കുന്ന ഒരു വർക്കിന്റെ ഭാഗം, ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതായത് 6 മാസം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വെടി പൊട്ടിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം. അതായത് ഈ ഇലക്ഷൻ, അതായത് ഇലക്ഷന്റെ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ മുഖ്യമന്ത്രി അല്പം ദുർബലനായേക്കാം. അങ്ങനെ ദുർബലനാകുന്ന സന്ദർഭത്തിൽ അടിക്കേണ്ട സമയത്ത് പുറകെ നടിക്കാം എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിന്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അപ്പോൾ എന്തുകൊണ്ട് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അടിച്ചില്ല എന്ന് ചോദിച്ചാൽ, പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി വീഴുമെന്നായിരുന്നു. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവി തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ആയുധമാണ്. അതിന്റെ ഒരു ചൂടാറിയിട്ട് അടുത്തത് അല്ല, അതിന്റെ ചൂടാറിയില്ല, അവിടെ തന്നെ ഇതെല്ലാം ഒലിച്ചു പോകുന്നായിരുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഒലിച്ചു പോയില്ല. അത് ഈ പ്രതിസന്ധികളെ അദ്ദേഹം തരണം ചെയ്യുന്നത് സർക്കാരിലായാലും പാർട്ടിയിലായാലും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇത്രയും ഒരു
പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടോ എന്ന് അതിശക്തമായിട്ട് നിൽക്കാനുള്ള അദ്ദേഹം വീഴുമെന്ന് കേന്ദ്ര നേതാക്കൾ CPM-ന്റെ കേന്ദ്ര നേതാക്കൾ ചില സംസ്ഥാനതല നേതാക്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിനാണ് കോട്ടം തട്ടിയത്. അദ്ദേഹം വീണ്ടും ലൈം ലൈറ്റിൽ ഫ്രണ്ടിൽ വന്നു. ഭാഗ്യത്തിന് വയനാട് എന്ന് പറഞ്ഞൊരു ദുരന്തവും കൂടെ വന്നു. അദ്ദേഹം വീണ്ടും ഇതിനെ മുഴുവൻ തട്ടി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായി ഭാഗ്യമാണ്, പക്ഷെ കേരളത്തിന് ദുരന്തമാണ്. അതെ, അത് തീർച്ചയായിട്ടും ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ അതായത് പ്രശ്നങ്ങളെ എനിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ വേറൊരു പ്രശ്നം കൊണ്ട് നേരിടാനുള്ള അദ്ദേഹത്തിന്റെ എപ്പോഴും അദ്ദേഹം പ്രതിരോധത്തിലാകുമ്പോൾ മറ്റെന്തെങ്കിലും വലിയൊരു വിഷയം എങ്ങനെയോ വന്നുപെടുന്നു. ഇപ്പൊ പ്രളയമായാലും കോവിഡ് ആയാലും അതുപോലെ തന്നെ ദിലീപ് കേസായാലും. ദിലീപ് കേസൊക്കെ ഒരു മാസത്തോളം സർക്കാർ മുകേഷ് കേസ് മതിയല്ലോ. മുകേഷ് കേസ് പോലും ബാക്കി എല്ലാത്തിനെയും അതിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ആ ഒരു അതായത് വയനാട് ദുരന്തത്തിന് ശേഷം സംഭവിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, സുതാര്യത ഇല്ലായ്മ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സജീവമായി നിന്ന് സർക്കാർ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന ആ ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഒരു വിഷയം വന്നു. അവിടെ ആകെ സർക്കാരിന് ഉത്തരം മുട്ടിയത് എന്തുകൊണ്ട് ഇത് ഇത്രയും വൈകിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത്. അതെല്ലാം അതിജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹോട്ടായിട്ട് സിനിമാ താരങ്ങളുടെ പീഡന പരമ്പര സംബന്ധിച്ച കഥകൾ വന്നതോടുകൂടി ജനങ്ങൾക്ക് അത് മതി എന്നുള്ളതായി. പക്ഷേ വേറെ സാധനം സർക്കാർ പിന്നെ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തിയ അവിടെ EP-യുടെ പുറത്താക്കൽ വന്നപ്പം ഇതിന് മറവന്നു. വേറൊരു കാര്യം, ഇവിടെ പല വിധത്തിൽ ആ വിധത്തിൽ കളികളെല്ലാം അതിന്റെ ഒരു സാധ്യത ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ മുകേഷിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് മുഖ്യമന്ത്രിയുടെ തന്നെ ഒത്താശയോടുകൂടി ഉണ്ടായ ഒരു വിവാദമാണ് എന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം മുഖ്യമന്ത്രി ഇത്ര വലിയ ഒരു സ്വന്തം കണ്ണി കുത്തത്തില്ല. കണ്ണിലല്ല, നെഞ്ചില ഇരിക്കുന്ന കസേരയ്ക്ക് താഴെ ബോംബാണ് വെച്ചിരിക്കുന്നത്. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു സംസ്ഥാനത്തെ പോലീസ് മേധാവി ഉൾപ്പെടെ, അതായത് DGP അവിടെ ഉണ്ട്, പക്ഷെ ADGP ക്രമസമാധാനം എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിൽക്കുന്നത്. ആ വ്യക്തിയിലേക്ക് എന്തൊക്കെ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്? ആ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പോലീസുകാരന് വന്നാൽ 3 കാരണം പറഞ്ഞ് അപ്പൊ സർവീസിൽ നിന്ന് പോകും. അവൻ തീർന്നു. അപ്പോൾ ഈ ഇത്രയും ഉന്നതനായിരിക്കുന്ന ഒരാളുടെ ഇത് വരുമ്പോൾ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അതിശയം വിചാരിക്കുന്നത് എന്നത് പക്ഷേ ചിലപ്പോൾ സംഭവിക്കാനിടയുള്ളതും ഇതിനകത്ത് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇതിനു മുമ്പ് സുപ്രീം കോടതി ചിലപ്പോൾ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്തുകൂടാ. ഓൾറെഡി CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി വന്നു കഴിഞ്ഞു. ഉറപ്പായിട്ടും കോടതിയിലും പോകും. കോടതി പോകുന്ന മാത്രമല്ല, കോടതി തന്നെ സ്വമേധയാ ചിലപ്പോൾ ഇത് കേസെടുത്തുകൂടായില്ല. കാരണം ഇത് പോലീസ് സർക്കാർ എന്തായാലും വെട്ടിലായി. പോലീസ് പോയാൽ പിന്നെന്താ ഉള്ളത്? പോലീസെ നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആരാണ്? ഒരു ഭരണകക്ഷി MLA, അതുപോലെ തന്നെ പോലീസിലെ തന്നെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. MLA തന്നെ പറയുന്ന പോലീസിലെ ഒരു വിഭാഗം എനിക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? MLA മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തി എന്നാ പറയുന്നത്. അതൊക്കെ പോസിബിൾ ആണോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? MLA ചോർത്താൻ പറ്റില്ലല്ലോ. അല്ല, MLA ചോർത്തി മീൻസ് MLAക്ക് വേണ്ടി ആരോ ചെയ്തു കൊടുത്തു. ആരോയും ചെയ്യാൻ പറ്റില്ലല്ലോ. ആരോ ഇൻ ദ സെൻസ് പോലീസിലുള്ള അതാണല്ലോ ഫോക്കസ്. ആ ഫോക്കസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അധികാരപ്പെട്ട പ്രാപ്തിയുള്ള, അതായത് പോലീസിന് ചിലപ്പം പല വിവരങ്ങളും ചോർത്തേണ്ടി വരും. ഒരു ക്രിമിനലിന്റെ ഫോൺ ചോർത്തേണ്ടി വരും. അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് പിന്നെ ക്രിമിനൽ അല്ലാത്ത ഒരാളുടെ ഫോണും ചോർത്താൻ പറ്റും. ഇതിപ്പോ ക്രിമിനലിന്റെ ഫോൺ ചോർത്താൻ ചിലപ്പോൾ ഓർഡർ വരും മോളിൽ നിന്ന്. ക്രിമിനൽ അല്ലാത്ത ആളിന്റെ ഫോൺ ചോർത്താൻ അയാൾക്ക് ചിലപ്പം വ്യക്തിപരമായിട്ടും കഴിയും. ഈ സാഹചര്യങ്ങളെല്ലാം അവിടെ ഉപയോഗപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിനകത്ത് ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഒരു സ്പർദ്ധ നിലനിൽക്കുന്നു എന്നുള്ളത് PV അൻവർ അവകാശപ്പെടുന്നു. പല ഉന്നതരുടെയും രഹസ്യ സംഭാഷണങ്ങൾ തൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് അൻവറിനെ ശരിക്കും പറഞ്ഞാൽ പാർട്ടി വരിഞ്ഞു കെട്ടാതിരിക്കാനുള്ള ഒരു എന്താ പറയുക, അയാളുടെ ഒരു സൂത്രം അല്ലെങ്കിൽ ഒരു കൗശലമാണ് ഇത് എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? അതിന് വളരെ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ സാധ്യത അതായത് ഞാൻ പറഞ്ഞ ഇതിനകത്ത് പിടികിട്ടാത്ത ഒരു സമസ്യയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചോളട്ടെ. ഇപ്പോൾ മറ്റൊരു തിയറിയും കൂടെ കേൾക്കുന്നുണ്ട്. അതായത് സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ഷേഖ് ദർവേഷ് സാഹിബ്, അദ്ദേഹവും ഈ വിവാദ നായകനായി നിൽക്കുന്ന ADGP MR അജിത് കുമാർ തമ്മിൽ അത്ര രസത്തിലല്ല. അതൊരു പരസ്യമായ രഹസ്യമാണ് പോലീസ് സേനയ്ക്കകത്തും പുറത്തും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതിന് വലിയ ചില കച്ചവട താല്പര്യങ്ങളുണ്ടെന്നും പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, ഇനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ
ഒരു സാഹചര്യത്തിൽ പി വി അൻവർ ADGP അജിത് കുമാറിലൂടെ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്തുകൊണ്ടോ അത് നടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ADGP അവിടുന്ന് മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു. CPM സമീപിക്കുന്നു, കാര്യം ആവശ്യപ്പെടുന്നു. CPM കാരുടെ വിശ്വസ്തനാണ് MR അജിത് കുമാർ എന്നുള്ളത് കൊണ്ട് സർക്കാർ അതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. പി വി അൻവർ സ്വാഭാവികമായും ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകണം എന്നുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം MR അജിത് കുമാറിനെ പുകച്ചു പുറത്തിയടിക്കാൻ ഈ പറയുന്ന വിവാദ നായകനായ പത്തനംതിട്ട SP ഫോൺ സംഭാഷണം ഇൻറ്റൻഷനലി ചോർത്തുന്നു, റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ടത് പുറത്തുവിടുന്നു. MR അജിത് കുമാറിനെ പുകച്ചു പുറത്തിയടിക്കാനുള്ള ഒരു ആസൂത്രണം നടപ്പാക്കുന്നു. ഇങ്ങനെ ഒരു തിയറി വരുന്നുണ്ട്. യോജിക്കുന്നുണ്ടോ? ഈ PV അൻവർ എന്ന് പറയുന്ന പുത്തൻ വീട്ടിൽ അൻവർ അത്ര ഒരു പുത്തൻ ആളല്ല. അദ്ദേഹം ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന്, രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ വല്യപ്പ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നെഹ്റു ഗാന്ധിയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി മൂവ്മെൻറ്റുമായി നിന്നൊരാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് PV ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ തക്ക കപ്പാസിറ്റികളായിരുന്നു. AICC അംഗം, അന്നത്തെ AC അംഗം ഇന്നത്തെ AC അംഗം പോലല്ല, വളരെ വിലയുള്ള ഒരു പോസ്റ്റാണ്. അങ്ങനെ ഇരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. ഇനി PV അൻവർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ TV-യിലൊക്കെ ഞാൻ കണ്ടു പലയിടത്തും പറയുന്നത് ഞാൻ കൊള്ളക്കാരനാണ് അല്ലെങ്കിൽ തടയണ പണിയുന്നവനാണെന്നൊക്കെയാണ് നിങ്ങളുടെ ധാരണ. അങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ അത്ര കുഴപ്പക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അദ്ദേഹം MES മമ്പാട് കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു, KSUവിലായിരുന്നു. അതെ, കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം ഡിക്കിലേക്ക് പോയി, DIC. അതിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാമോ? ഇപ്പോൾ ഒരു വേറൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റൻസ് കിട്ടാൻ വഴിയില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് 2011 സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ആ സ്വതന്ത്രനായിട്ട് പിന്നെ മലപ്പുറത്ത് നിന്ന് മത്സരിക്കുന്ന അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തിയാണിത്. രണ്ടാം സ്ഥാനത്താണ് എത്തിയത്. ആ രണ്ടാം സ്ഥാനത്തെത്തിയ അദ്ദേഹം പിന്നീട് 2014 വയനാട് നിൽക്കുകയാണ്. വയനാട് അദ്ദേഹം വയനാട് പാർലമെൻറ്റ് സീറ്റിലാണെന്ന് ആലോചിക്കണം. അവിടെ നിന്നാണ് അദ്ദേഹം വൻ വിജയം നേടിയത്. അപ്പം ഇങ്ങനെ ഞാനൊരു ഗംഭീരനാണ്, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് വയനാട് പാർലമെൻറ്റ് സീറ്റിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ? വിജയിച്ചെന്നല്ല ഞാൻ പറഞ്ഞേ, വൻ വിജയം എന്ന് മുന്നേറ്റം നടത്തി. സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, വോട്ടുകളുടെ എണ്ണത്തിൽ മുന്നേറി എന്നാണ്. വൻ വിജയം എന്നല്ല ഞാൻ പറഞ്ഞത്, സോറി, അത് അതായത് വയനാട് പാർലമെന്ററി നിയോജക മണ്ഡലത്തിൽ ഇദ്ദേഹം നേടിയ വോട്ട് വലിയ മുന്നേറ്റം നടത്തി, പലരെയും ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷേ വലിയ മുന്നേറ്റം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലല്ല, അവിടെയും വേറൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് വിലമതിപ്പുള്ള ആളായിട്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ് ഞാൻ പറയുന്നത്, വിലമതിപ്പുള്ള ആളാണ് ഞാനെന്ന് വരുത്തി തീർന്നപ്പം CPM കണ്ടു ഇദ്ദേഹത്തിനെ കൂടെ നിർത്തിയാൽ മലപ്പുറത്തൊരു ഒന്നാം തരം പോരാളി കിട്ടുമെന്ന്. അപ്പം അവർക്ക് ഒരിക്കൽ പോലും കിട്ടാത്തൊരു മണ്ഡലമാണ് ശ്രീ ആര്യാടൻ്റെ നിലമ്പൂർ. അത് പിടിക്കാൻ ഒരു ടൂളായി 45 വർഷമായിട്ട് MLA-യും മന്ത്രിയുമായിട്ട് ആര്യാടൻ വിലസിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ആര്യാടൻ മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് 2016 വരുന്നത്. എൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ തിരുവായില്ലാത്ത ഒരു കാലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞിട്ട് ഷൗക്കത്തിനെ കൊണ്ടുവന്നിട്ട് പോലും അവിടെ രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, 11,000-ന് മേലുള്ള വോട്ടിലാണ് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചത്. പക്ഷെ അത് തന്നെയാണ് ഇവിടെ രണ്ടാമത് 21 അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല. രണ്ടാമത് അദ്ദേഹം ഇവിടെ എല്ലാം വിവാദങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ. അതായത് ഇവിടുന്ന് നാട് വിട്ടുപോയി 6 മാസമായിട്ട് പാർട്ടിയിൽ പിന്നെ അവിടെ ഇല്ല, മണ്ഡലത്തിലില്ല, ജനങ്ങൾക്ക് സഹായമില്ല. ഇവിടുത്തെ മീഡിയ മുഴുവൻ അദ്ദേഹത്തിനെ നാറ്റിച്ചു. അവസാനം കാപ്പിരികളുടെ നാട്ടിൽ ഏതോ ഒരു തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമൊക്കെ കാണിച്ച് ഇദ്ദേഹം ഒരു സ്വർണ്ണ ഖനനത്തിന് പോയി. അദ്ദേഹം ഒരു വേറൊരു കാപ്പിരിയെ പോലെയാണ് അദ്ദേഹത്തിന്റെ പിക്ചർ ഇവിടെ പ്രസന്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹം നോമിനേഷൻ കൊടുക്കാനാണ് ഇവിടെ വന്നത്. നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ട് ആ ഇടവേളയ്ക്കുള്ളിൽ വീണ്ടും അവിടെ ഇതിനെല്ലാം അതിജീവിച്ച് വീണ്ടും അതുപോലെ 11,000-ഓളം വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നു, ജയിച്ചു എന്നുള്ളതാണ് മനസ്സിലായി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ചെറിയ മീനല്ല.
അൻവർ ഒരു ചെറിയ മീനല്ല. ചെറിയ മീനല്ല. അദ്ദേഹത്തിൻ്റെ പ്ലോട്ടുകൾ വളരെ നിർണായകമാണ്. എവിടെ ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യണം, രാഷ്ട്രീയ പാർട്ടിയിൽ എന്ത് ചെയ്യണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് മൊത്തം കുലുക്കം വരുന്നത് എന്ത് ചെയ്യണം, ഭരണ സംവിധാനത്തിന് കുലുക്കം വരുന്നത് എന്ത് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന, ഡ്രോ ചെയ്ത് മുന്നേറാൻ അറിയുന്ന ആളാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ നീക്കവും തെളിയിച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞൊരു എക്സ്റ്റൻഷനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പി അൻവർ 2 ടേം നിലമ്പൂരിൽ MLA ആയി പൂർത്തിയായി കഴിഞ്ഞു. CPM-ൻ്റെ ഒരു സംവിധാനം വെച്ചിട്ട് ഇനി ഒരു ടേം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് അവിടെ MLA സ്ഥാനം കിട്ടാനുള്ള സാധ്യത തുലവും കുറവാണ്. ഇനി അഥവാ കിട്ടിയാൽ തന്നെയും അദ്ദേഹം ജയിക്കാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്നു, നമുക്കറിയില്ല. ഇനി ഒരു വേള അദ്ദേഹം ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും CPM-ലെ, അതായത് മലപ്പുറം ജില്ലയിലെ CPM നേതാക്കളിൽ ഒരു വിഭാഗം ഇദ്ദേഹത്തിനെതിരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ CPM തന്നെ ശ്രമിച്ചേക്കും എന്നും പറയുന്നു. അതും അറിയില്ല, കേട്ടുകേൾവി മാത്രമാണ്. ഇനി അഥവാ ഒരു വേള അദ്ദേഹം ജയിച്ചു വന്നാലും CPM അധികാരത്തിൽ വരാനുള്ള സാധ്യത, മീൻസ് കണ്ടിന്യൂസ് ആയിട്ടൊരു ഹാട്രിക് അടിക്കാനുള്ള സാധ്യത ഉറപ്പൊന്നുമില്ല. ആ സാഹചര്യത്തിൽ ഒരു മന്ത്രിയാവുക എന്നുള്ള സ്വാഭാവികമായ, മഞ്ചളാംകുഴി അഴി പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ആർക്കാ മന്ത്രിയാവാൻ ആഗ്രഹമില്ലാത്തത്? സ്വാഭാവികമായും അൻവറിന് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അത്തരത്തിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത തുലവും കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ. എന്ന് മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലൊരു വിമതൻ്റെ പരിവേഷത്തിൽ നിൽക്കുന്നു. അദ്ദേഹം LDF-ലേക്ക് അടുക്കുന്നതായും ഒരു പക്ഷേ അടുത്ത നിലമ്പൂരിലുള്ള LDF-ൻ്റെ സ്ഥാനാർത്ഥിയാകും എന്ന് വരെ പറയുന്നു, കേൾക്കുന്നു, ഉറപ്പില്ല. ബട്ട് ദർ ഇസ് എ ചാൻസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂർ എന്തായാലും അദ്ദേഹത്തിന് LDF-ൽ ഒരു സ്പേസ് ഇല്ല, UDF-ലാണ് തൻ്റെ സ്പേസ് എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായി ചില കളികൾ മുൻകൂട്ടി കളിക്കുന്നു. അതായത് ക്രമേണ CPM-നോട് പതുക്കെ ഒരു വിമർശനം ഉയർത്തി മെല്ലെ ഇടയുന്നു, പൂർണ്ണമായി ബന്ധം ഉപേക്ഷിക്കുന്നു, ക്രമേണ UDF-ലേക്ക് എത്തുന്നു. ഒരുപക്ഷെ അത് മുസ്ലിം ലീഗിലൂടെയാകാം, കോൺഗ്രസിലൂടെയാകാം. വൺസ് അവിടെ എത്തിയതിനു ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ സഹായത്തോടു കൂടി ജയിച്ചൊരു മന്ത്രിയാവുക. ഇതാണ് അൻവറിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ അൻവറിൻ്റെ ഉള്ളിലിരിപ്പ് ഇതാണ് എന്ന് കേൾക്കുന്നു. ശരിയാകാൻ സാധ്യതയുണ്ടോ? ശ്രീ അൻവർ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ സമയമില്ല. ഞാൻ MLA ആയിട്ട് തന്നെയുള്ള ജോലികൾ ചെയ്യാൻ എനിക്ക് സമയം കുറവാണ്, മന്ത്രിയാവാൻ പറ്റില്ല. അപ്പം മന്ത്രി, അപ്പോൾ എൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും, ശതകോടികളുടെ ബിസിനസ്സുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ശ്രീ അൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒന്നും മുൻകൂട്ടി പറയാതെ അതിനുള്ള സാഹചര്യങ്ങൾ തനിക്ക് ജയിക്കാനും തനിക്ക് നേടാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അഗ്രഗണ്യനാണ്. കാരണം 60 വയസ്സോളം ആകാൻ പോകുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും നാൾ ഒരു പൊളിറ്റിക്കൽ കരിയർ, ഞാൻ പറഞ്ഞില്ലേ, കോളേജിലെ യൂണിയൻ ചെയർമാൻ മുതൽ 2 ടേം MLA വരെ, അത് ജയിക്കാൻ പാടുള്ള ഒരു സ്ഥലത്ത്, ആരും ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത്, മാർക്സിസ്റ്റ് പാർട്ടി 45 വർഷം കിടന്ന് പയറ്റിയിട്ട് ജയിക്കാത്തൊരു സ്ഥലത്ത് ശ്രീ അൻവർ അവിടെ പുഷ്പം പോലെ ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരിക്കെ ജയിച്ചു. ആര്യാടൻ മുഹമ്മദിൻ്റെ വീടിൻ്റെ അടിത്തറ ഇളക്കിയിട്ട് ഞാൻ പോകുള്ളെന്നാണ് അദ്ദേഹം അവിടെ അന്ന് ഇലക്ഷന് പ്രസംഗം. അങ്ങനെയൊന്നും പ്രസംഗിച്ചാൽ അവിടെ ജയിക്കില്ല. ആര്യാടനെ ജയിച്ചു. എന്നിട്ട് അദ്ദേഹം 11,000-ഓളം വോട്ടിന് അദ്ദേഹത്തിൻ്റെ പുന്നാര മകൻ്റെ ഒരു സിനിമാ പരിവേഷമുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ പരാജയം 11,000-ൽ പര വോട്ടിനുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ PV അൻവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമല്ല. അദ്ദേഹം എന്താണ് മുന്നിൽ കണ്ടിട്ടുള്ളതെന്ന് നമുക്ക്, അദ്ദേഹം നോ എന്ന് പറയുന്നതായിരിക്കും പലപ്പോഴും യെസ്. ഒറ്റ ചോദ്യം, അപ്പോൾ അതിന് PV അൻവർ UDF-ൽ പോകുമോ ഇല്ലയോ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ, ഞാൻ എന്താ പറഞ്ഞേ, വല്യപ്പ മുതൽ ഉള്ള പാരമ്പര്യം നോക്കിയാൽ 3 തലമുറ ഇദ്ദേഹം വരെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹം, നിങ്ങൾക്കറിയാലോ, CPM മലപ്പുറത്ത് CPM ആകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. മലപ്പുറത്ത് CPM-ന് ഇപ്പോഴും കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്ത ഏതെങ്കിലും ഒരു CPM-ൻ്റെ ജില്ലയുണ്ടോ മണ്ഡലമുണ്ടോ എന്ന് ചോദിച്ചാൽ മലപ്പുറം മാത്രമാണ്. അവിടെ ലീഗാണ്. അവിടെ ലീഗിന്, അതായത് ലീഗിൻ്റെ രാവണം കോട്ട. പിന്നെ അതിന് യാതൊരു സംശയമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ധൈര്യമായിട്ട് CPM-ലേക്ക് ചാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ അതൊരു ഒന്നൊന്നര ധൈര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ എല്ലാ കാര്യങ്ങളും പണയം വെച്ചുകൊണ്ട് ചാടിയ ചാട്ടമാണ്. ഇനി അത് തിരിച്ച് അദ്ദേഹത്തിന് പോകുന്നത് ഇതിനേക്കാൾ ഈസിയാണ്. അതായത് കിണറ്റിലേക്ക് എടുത്ത് ചാടിയിട്ട് പിന്നെ തിരിച്ച് മോളി വന്ന് നിൽക്കുമ്പം കരയിലോട്ട് കയറാൻ എന്താ വിഷമം? അവിടെ മുസ്ലിം ലീഗിൻ്റെ വാതിൽ ചിലപ്പോൾ തുറന്നിരിക്കും. കാന്തപുരം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ PV അൻവറുമായിട്ട് വളരെ അടുത്ത ബന്ധമാണെന്നും അവരൊക്കെ കൂടെ ചേർന്നുള്ളൊരു ലൈസൺ വർക്ക് നടക്കുന്നു, ഇദ്ദേഹത്തെ ലീഗ് വഴി UDF പാളയത്തിൽ എത്തിച്ച് മന്ത്രിയാക്കാൻ എന്നൊക്കെ കേൾക്കുന്നു. അതായത് പ്രാദേശികം, ജില്ല, സംസ്ഥാനം, ദേശീയം, പലപ്പോഴും അന്തർദേശീയം വരെ ബന്ധമുള്ള ആളാണ് PV അൻവർ എന്ന ഈ MLA.
അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടാണ് അദ്ദേഹം പല മീഡിയയിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെക്കുറിച്ച് തരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഞാൻ ആരാണെന്ന് നിങ്ങൾ പിന്നെ മനസ്സിലാക്കിക്കൊള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ തന്നെ കേട്ടു. ഈ കാണുന്നതും കാണിക്കുന്നതൊന്നും അല്ല ശരിക്കുള്ള അൻവർ. അദ്ദേഹം പറഞ്ഞ ചരിത്രപരമായ പല വിഡ്ഢിത്തങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പം മഴ പെയ്യുന്ന കാര്യം, അറബിക്കടലിൽ മഴ പെയ്യുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സാമാന്യ വ്യക്തിക്ക് നിരക്കാത്തതാണ്, അല്ലെങ്കിൽ ശാസ്ത്രലോകം പുച്ഛിച്ച് അല്ലെങ്കിൽ ചിരിച്ചു തള്ളിയ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ അദ്ദേഹത്തിനുണ്ട്. അത് ഇപ്പം ആർക്കും ഒരു സ്ലിപ്പ് ഓഫ് എ ടങ് വരാമല്ലോ. അദ്ദേഹം ഒരു ധനതത്വശാസ്ത്ര, അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല, അതെ, എഡ്യൂക്കേറ്റഡ്, ധനതത്വശാസ്ത്രത്തിൽ ഗ്രാജുവേഷൻ എടുത്ത ആളാണെന്ന് മനസ്സിലായില്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോശമൊന്നുമില്ല. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് മലപ്പുറത്ത് ഒരാൾ ഗ്രാജുവേറ്റ് ആകുക എന്ന് പറയുന്നത് തന്നെ പാടാണ്. കാരണം അവിടെ നല്ലൊരു പിന്നെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആ കാലത്തിൽ അൻവറിൻ്റെ 22ാമത്തെ വയസ്സിൽ ഒരു ധനതത്വശാസ്ത്രത്തിൽ ഡിഗ്രി എടുക്കണമെങ്കിൽ അദ്ദേഹം മിടുക്കനായിരിക്കണം, പഠിക്കാൻ മിടുക്കനായിരിക്കണം. അപ്പം അതുകൊണ്ട് അദ്ദേഹം വിഡ്ഢിത്തരം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഡ്ഢിത്തരത്തിൻ്റെ ഒരു കാരണമായിട്ട് കണ്ടാൽ മതി. അതിന് അപ്പോഴൊരു കാരണം കാണും എന്തെങ്കിലും. അതായത് ഇപ്പോൾ തടയണയെ കുറിച്ച് ആൾ പറഞ്ഞപ്പോഴായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം സീതി ഹാജി പറഞ്ഞ പോലെ മരം ഇല്ലെങ്കിലും കടലിൽ മഴ പെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലത്തെ പറച്ചിലല്ല അത്. അത് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. ജപ്പാനുമായിട്ട് ഗൂഢാലോചനയുടെ തീരുമാനിക്കണമെന്ന് പറഞ്ഞത്. അതെ, അത് പറഞ്ഞത് ഇവിടുന്ന് കാറ്റ്, അതായത് ഇവിടെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ നിറച്ച് മരം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കാറ്റ് അങ്ങോട്ട് പോവുള്ളൂ. പക്ഷേ ഇതിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളുണ്ട്. അതിൽ പ്രധാനിയാണ് മറുനാടൻ ഷാജൻ സ്കറിയ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ. അല്ല, മീഡിയ മൊത്തം ഉണ്ട്. പക്ഷേ റിപ്പോർട്ടറും 24 ഒക്കെ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരുണ്ട്. പക്ഷേ അദ്ദേഹം എപ്പോഴും 24 തന്നെ ശത്രുപക്ഷത്ത് പ്രഖ്യാപിത ശത്രുവായി കണ്ടുകൊണ്ട് അദ്ദേഹം ചില എന്താ പറയുക പരസ്യ ആഹ്വാനങ്ങൾ വരെ നടത്തിയ രണ്ട് മാധ്യമപ്രവർത്തകർ ഇവർ രണ്ടുപേരുമാണ്. ഈ വിവാദങ്ങൾക്കിടയിലും, അതായത് SP സുജിത്തിനെയും അതുപോലെ തന്നെ ADGP MR അജിത്തിനെയും മുഖ്യമന്ത്രിയുടെ റൈറ്റ് ഹാൻഡായ P ശശിയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന കൂട്ടത്തിൽ തന്നെ ചില കോഴ ആരോപണവും അതുപോലെ തന്നെ ചില കേസിൽ ഇടപെട്ടു അത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ വിനു വി ജോണിനെയൊക്കെ അദ്ദേഹത്തിന് ആരെയൊക്കെയാണോ ഇഷ്ടമില്ലാത്ത അവരെ എല്ലാം ഈ വിവാദത്തിലോട്ട് നൈസായിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. അതിനെങ്ങനെ കാണും? അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്ലോട്ട് ചെറിയ പ്ലോട്ടല്ല. ഇത് വളരെ പ്ലാൻ ചെയ്ത് ഏതാണ്ട് ഒരു 6 മാസമെങ്കിലും അല്ലെങ്കിൽ 1 വർഷമെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയിട്ട് വന്നിട്ടുള്ള ഒരു സാധനം. കാരണം അതിന് വേണ്ടി അദ്ദേഹം ശേഖരിച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കണം. ആ ശേഖരിച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെ അവിടെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു ഇതിനകത്ത് അതെന്തിനാ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന സിറ്റുവേഷൻ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് ചെയ്തിരിക്കുന്ന വെച്ചാൽ, അതായത് മുഖ്യമന്ത്രി കൈവെടിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് അന്വേഷണം വരാൻ പറ്റുന്ന വിധത്തിലാണ്. അതായത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗുരുതരമായ ആരോപണം, അതിപ്പോൾ ഇവിടെ ആരും പറയുന്നില്ല, മനസ്സിലായില്ലേ? അതായത് കോഴിക്കോട് കസ്റ്റംസ്, തിരുവനന്തപുരത്തും കസ്റ്റംസുകാര് ഇത്രയും CCTV ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഈ സ്വർണം വരുന്നത് അടിച്ചു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഈസി ആയിട്ട് സ്കാനറിലൂടെ വരുന്നതിനെ കടത്തി വിടുകയും എന്നിട്ട് ഈ സുജിത് ദാസിനെ പോലുള്ള IPS ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് അത് വഴിയിൽ തടുത്ത് 60-40 എന്നുള്ള, അത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, 60-40 ആരോപണം ഞെട്ടിക്കുന്നതാണ്. പക്ഷേ അല്ല, ഇതിനകത്ത് ആരാ ഞെട്ടുന്നേ? സംസ്ഥാനം മാത്രമല്ല, കേന്ദ്രവും ഞെട്ടും. കാരണം കേന്ദ്രം ഇവിടെ ഇപ്പം സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ വന്ന് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മേഖലയും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ദൈർഘ്യമുണ്ടെന്ന് പറയുകയും അതിനാൽ വളരെ സ്ട്രാറ്റജിക്കായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ഏതാണ്ട് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടും ഇത് നടക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് കൈയും കെട്ടിയിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഒരു കാര്യം ഇത് താങ്കൾ കേന്ദ്ര നേതൃത്വത്തെ വരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നോട്ടൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതേ കേന്ദ്രത്തിന് വരെ ഞെട്ടിക്കുന്ന വലിയൊരു ആരോപണം ഇദ്ദേഹം ഇതിനു മുൻപ് നിയമസഭയിൽ ഉന്നയിച്ചു. അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹത്തിന് 150 കോടി രൂപ കൈക്കൂലിയായി അതിന് ഏതോ മാർഗത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തുന്നു, ഇവിടെ നിന്ന് തിരികെ വീണ്ടും അദ്ദേഹം അത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ആധികാരികമായ ഒരു തെളിവ് നൽകാനില്ല. ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത്? മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസ് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണുകൊണ്ട് ഈ കഥ പറയുകയാണ്. എന്ന് മാത്രമല്ല, ഇനി വരുന്ന 25 വർഷത്തേക്ക് ഞാൻ DGP ആകുന്നത് വരെ റിട്ടയർ ചെയ്യുന്നത് വരെ അടിമയായിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഞാനിത് ഒരു കോൺസ്റ്റബിൾ, ഇപ്പോഴത്തെ സിവിൽ പോലീസ് ഓഫീസർ പോലും ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്ന എനിക്ക് അഭിമാനമുള്ള, ആത്മാഭിമാനം അല്പമെങ്കിലുമുള്ള. പക്ഷേ എനിക്കതിൽ നിന്ന് ഞാൻ വായിച്ച എൻ്റെ ഒരു റീഡിങ് പറയട്ടെ സാർ. അതായത് സുജിത് ദാസ് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയാണ്.
PV അൻവറിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്, MLA കൊടുത്ത പരാതി പിൻവലിക്കണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ റിക്വസ്റ്റ് ചെയ്യുന്നു, മാനസികമായിട്ട് പ്രശ്നമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് MLA കാല് കഴുകി കുടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അയാൾ അമ്മാതിരി കേണ് അപേക്ഷിക്കുന്നു. ആ സാഹചര്യത്തിൽ MLA എന്ത് പറഞ്ഞാലും എന്താ പറയുക, ഒരുപക്ഷെ അച്ഛൻ്റെ അമ്മയുടെ പേര് മാറ്റി പറയാൻ പറഞ്ഞാൽ അതുപോലും സമ്മതിക്കുന്ന ലെവലിലേക്ക് SP താഴ്ന്നു നിൽക്കുകയാണ്. കാരണം ഹീസ് എന്താ പറയുക, അയാൾ ആവശ്യക്കാരനാണ്, അയാൾക്ക് ഏതറ്റം വരെയും താഴ്ന്നേ പറ്റൂ. ആ സിറ്റുവേഷനിൽ PV അൻവറിന് ആവശ്യമായ ചില പോയിന്റുകൾ SP വായിലേക്ക് കുത്തിക്കയറ്റിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒമിറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനെ ADGPക്ക് എതിരായ തെളിവാക്കി മാറ്റുന്നു. അങ്ങനെ വായിച്ചെടുത്തുകൂടെ? അല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നി. അല്ല, അങ്ങനെ വായിച്ചെടുത്താലും പിന്നെ ഇതിപ്പോ കോടതിയുടെ മുമ്പാ വരികയാണെങ്കിൽ പക്ഷെ അവിടെ തെളിവ് വേണം. IPS ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറയുമ്പോൾ IPS ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യണം. അദ്ദേഹം ഫേസ് ചെയ്യുന്നത് മാത്രമല്ല, അത് ഈ പറഞ്ഞ പ്ലോട്ടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് പല തെളിവുകളും അദ്ദേഹം പറയുന്നുണ്ട്. തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അല്ല, അത് കണ്ടിട്ടില്ലെങ്കിലും ഈ നമ്മൾ ഓരോ പത്രവാർത്തയിലും കാണുന്നതല്ലേ വഴി പോകുന്നു. അതായത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കോമ്പൗണ്ടിൽ വെച്ച് തന്നെ പിടിക്കുന്നു. അപ്പോൾ കസ്റ്റംസുകാർ കാണുന്നില്ല, പോലീസ് കാണുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, റോഡിൽ വെച്ച് പിടിക്കുന്നു. എന്തൊക്കെയോ നടക്കും. ഇതിനൊന്നും തെളിവ് അധികം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്, സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത് അത് കൊണ്ടുവരുന്നതിൽ 50%, 60% ഒരിടത്തേക്ക് പൊട്ടിച്ചു മാറ്റുന്നു, മറ്റിടത്തേക്ക് പൊട്ടിച്ചു മാറ്റുന്നു. മനസ്സിലായി. അത് വളരെ നല്ലൊരു ഇതിന് പിന്നിൽ ഇപ്പോൾ അൻവറിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് ശക്തരാണ് എന്ന് പറയുന്നു. അത് മതസംഘടനകളിൽപ്പെട്ടവരാണെന്ന് പറയുന്നു. വേറെ കച്ചവടക്കാർ, ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള തൽപര കക്ഷികൾ, അല്ലെങ്കിൽ പോലീസിൽ തന്നെയുള്ള ഒരു വിഭാഗം. അങ്ങനെ പല തിയറികൾ കേൾക്കുന്നു. ശരി തെറ്റ് അറിയില്ല. പ്രോപ്പറായിട്ട് അന്വേഷണം വരും, ഉറപ്പാണ്. അതിലൂടെ നമുക്ക് തെളിയും എന്ന് പ്രത്യാശിക്കാം. മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM നിന്ന് ആരോ അൻവറിനെ അതിശക്തമായി പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അൻവറിനൊരു സ്പോൺസർ ഉണ്ട് എന്നൊരു ശക്തമായ വാദം വരുന്നുണ്ട്. അത് EP ആണെന്ന് പറയുന്നു. അത് അല്ല എന്നുള്ളത് വ്യക്തിപരമായി എൻ്റെ വിശ്വാസം. ആരായിരിക്കാം CPM നിന്ന് അങ്ങനെ ഒരു വിമതൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ അൻവറിൻ്റെ പിന്നിലെ CPM വിമതൻ ആരായിരിക്കാം? അല്ലെങ്കിൽ കൂടെ നിന്ന് പണിയുന്ന ഒറ്റുകാരൻ ആരായിരിക്കാം? അതിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ സംസ്ഥാന നേതൃത്വവുമായിട്ട് ദേശീയ നേതൃത്വത്തിനൊരു ഇടച്ചിലുണ്ട് CPM-ൽ. അത് കുറച്ച് നാളായിട്ട് തുടർന്ന് വരുന്നതാണ്. അപ്പം അവിടെ നിന്നും ഇവിടെ ചില സ്പോൺസർമാരുണ്ട്. അതായത് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടു കൂടി ഇവിടെ ചില സ്പോൺസർമാരുണ്ട്. അതായത് സീതാറാം യെച്ചൂരിക്ക് ഇവിടുന്ന് ഒരു MP സ്ഥാനം ഇവിടുന്ന് മാത്രമല്ല, ബംഗാളുകാർ കൊടുക്കാന്നിട്ട് അവിടെയും വെട്ടിയതാണ്. ഇവിടെ MP സ്ഥാനം കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ബ്രിട്ടാസും റഹീമും ഒക്കെയാണ് പോയത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിന് മുമ്പുള്ളവരാണ് പോയത്. അപ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടിയിരുന്നത് അവർക്ക് കൊടുത്തില്ല എന്നൊരു ചിന്ത, ഒരു പരിഭവം പാർട്ടിക്കകത്ത് ഒരു വലിയ ബാധ. ഇവിടെ മാത്രമല്ല, പുറത്തും. പക്ഷെ അതുകൊണ്ട് അവിടുന്ന് ഡയറക്ഷൻ വന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരാളല്ല സീതാറാം യെച്ചൂരി. ഒരിക്കലല്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 10-20 ദിവസം കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ക്ലീൻ പൊളിറ്റിക്സിന്റെ ആളാണ് അദ്ദേഹം. പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം 10-20 ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ, ആ മുറിയിൽ അദ്ദേഹം, ഇപ്പുറത്തെ മുറിയിൽ ഞാൻ, അങ്ങനെ കഴിഞ്ഞ ആളാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പൂർണ്ണമായും, അതായത് അദ്ദേഹത്തിന്റെ മനസ്സും മനസാക്ഷിയും എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയാം. അദ്ദേഹം ഇതിന് കൂട്ടുനിൽക്കില്ല. പക്ഷെ അദ്ദേഹം തെറ്റുകൾക്കെതിരെ ചോദ്യം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരാളാണ്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്ന് പല അതൃപ്തികൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു സംഘം അവിടെയും ചെന്ന് പരാതികൾ പറയുന്നുണ്ടാവാം. അതായത് കേരളത്തിൽ നിന്ന് ഒരു സംഘം പൊളിറ്റ് ബ്യൂറോയിൽ സ്വാധീനം ചെലുത്താനും മറ്റ് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെ സ്വാധീനം ചെലുത്താനും കേരളത്തിൽ നിന്നുള്ളവരല്ലാത്തവരുൾപ്പെടെ നമുക്ക് ചെലുത്താനും ഒക്കെ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു മധ്യ ലെവൽ ലെവലിലുള്ള, അതായത് MLA അല്ലെങ്കിൽ മുൻ MLA ലെവലിലുള്ള ചിലർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്. മന്ത്രിസ്ഥാനം കിട്ടാത്ത ചിലർ. മനസ്സിലായി. അത് ഞാൻ അങ്ങനെ കാർഡടിച്ച് ഒടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും. അല്ല, അങ്ങനെ സിനിമയിലെ കാര്യം പറഞ്ഞു അല്ലല്ല. അത് ഇപ്പോൾ അസംബ്ലി, ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ നിന്ന് തോൽക്കേണ്ടി വന്ന ചിലർ, ഇങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാർക്ക് ഈ അതൃപ്തിയുടെ വലിയ പരകോടിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആലപ്പുഴയിൽ വലിയൊരു വിഭാഗം അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ നടപടിയിൽ അതൃപ്തിയുള്ള, അതായത് ബ്രാഞ്ച് മെമ്പർ മുതൽ പോലീസിൻ്റെ നടപടിയിൽ അതൃപ്തിയുള്ളവരുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട്. മനസ്സിലായി. അതായത് ME ജയരാജൻ എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു സുഖം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന പാർട്ടിക്കാരുണ്ട്.
അതെ, IAS IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാരണം അവിടെ മുഖ്യമന്ത്രിയോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നു, എല്ലാം അവിടെ നിൽക്കുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ന്യായമായി പറയുന്നത് 2016 മുഖ്യമന്ത്രി അധികാരത്തിൽ ഏൽക്കുമ്പോൾ, ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്ര കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് MV ജയരാജൻ അവിടെ എത്തുന്നതോടുകൂടിയാണ് കൂടി ആ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു. എന്തും ഏത് പ്രശ്നവും സ്വീകരിക്കുകയും അതിന് അപ്പം തന്നെ പരിഹാരം കൊടുക്കാനായിട്ട് കഴിയുന്ന വിധത്തിലേക്ക് മാറിയത്. പക്ഷേ P ശശി വന്നതോടുകൂടി അത് മാറി. അതിന് മുമ്പേ മാറി. പക്ഷേ P ശശി എന്ന വ്യക്തിത്വം അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം എപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിൽ ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അത് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം കൊണ്ടുപോകുന്ന ഒരു ശൈലിയുണ്ട്. അത് പല IAS എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല MLA മാരും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കാരും പറഞ്ഞിട്ടുണ്ട്. സർ, ഇതൊരു നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇതിനെന്തായിരിക്കും ഒരു പരിഹാരം? അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ADGP, അതായത് സംസ്ഥാന പോലീസ് സേനയിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ, അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനെതിരെ ഒരു രീതിയിലും തള്ളാൻ പറ്റില്ല. കാരണം ഇത് കോടതി ഉൾപ്പെടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണങ്ങളിൽ എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് എല്ലാവരും നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒഴിഞ്ഞ് എന്താ പറയുക, സിനിമാക്കാരുടെ കാര്യത്തിൽ ഉരുണ്ട് കളിച്ചതുപോലെ, അല്ലെങ്കിൽ മുകേഷിന്റെ കാര്യത്തിൽ ഉരുണ്ട് കളിച്ചതുപോലെ ഉരുണ്ട് കളി ഇവിടെ പോസിബിൾ അല്ല. സർക്കാർ ഇതിൽ എന്ത് ചെയ്യും? അവസാനമായിട്ടുള്ള ചോദ്യം. സർക്കാർ ഇതിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഈ പ്ലോട്ട് അങ്ങനത്തെയാണ്. ഒന്ന്, ഈ ADGP എന്ന് പറയുന്നത് ഇവർ പറയുന്ന ഇപ്പം ശ്രീ അൻവർ പറയുന്ന രീതിയിലാണെങ്കിൽ കോൺഗ്രസുമായും BJPയുമായും വരെ ബന്ധമുള്ള ആളും തൃശ്ശൂർ പൂരത്തിന് ഒരു വെടിക്കെട്ടുണ്ടാക്കി, അല്ലെങ്കിൽ കലക്കി അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അവസരം കൊടുത്ത ആളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം നിന്ന് ചീഫ് സെക്രട്ടറിയെ രണ്ടാമനായിക്കൊണ്ട് ഒപ്പം നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ച ആളെന്നുള്ള നിലയിൽ വലിയ ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്ന ഇതുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ പുറത്താക്കിയാൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചവിട്ടിയാൽ മൂർഖം പാമ്പിനെ ചവിട്ടുന്നതിനേക്കാൾ വലിയ വിപത്തായിരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാം എല്ലാ കാര്യങ്ങളും. അജിത് കുമാറിനെ തൊട്ടാൽ പിന്നെ ADGP ക്രൈം പിന്നെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ സച്ച് എ പവർഫുൾ പോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഈ പീരീഡിൽ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഇപ്പോൾ PV അൻവർ എന്ന് പറയുന്ന MLA യുടെ കയ്യിൽ പല ഫോൺ കോളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാൾ ഇരട്ടി ഫോൺ കോളുകളും കാര്യങ്ങളും അദ്ദേഹത്തിന് എടുക്കാൻ കഴിയും. അല്ല, ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചോർത്തി വെച്ചിട്ട് മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചോർത്തേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹത്തിന് അതൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങൾ അത്തരത്തിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാൻ സർക്കാരിന് പറ്റും? അതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിസ്സാരമായ ഒരു പ്രതിസന്ധി അല്ല, ഇതൊരു സമസ്യയാണ്. ഈ സമസ്യ എങ്ങനെ ഫില്ലപ്പ് ചെയ്യണമെന്ന് പിന്നെ രാഷ്ട്രീയ ചാണക്യനായ ഇന്ന് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു രാഷ്ട്രീയ ചാണക്യനാണ് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് തന്നെ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാം. തൽക്കാലം ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിവാദവും പുകമറകളും എല്ലാം മായ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകുന്നു. പിൻവാതിലിൽ ഒരു ബിഹൈൻഡ് കർട്ടൻ സെറ്റിൽമെൻറ്റ്, എല്ലാവരുടെ പ്രശ്നങ്ങളും പിൻവാതിലിൽ സെറ്റിൽ ചെയ്യുന്നു. ദെൻ പുറമേ നാട്ടുകാർ കാണുന്ന അന്വേഷണത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഒന്നുമില്ല. ആരോപണങ്ങളായി ഇഷ്യൂ ആയി പോകുന്നു. മറ്റൊരു വിവാദം വരുന്നു, ഇത് സപ്രസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കാവോ? അല്ലെ, അത്രയ്ക്ക് നിസ്സാരമായിട്ട് തീർക്കാനായിട്ടാണെങ്കിൽ ഇത്ര വലിയ പ്ലോട്ട് ഇടേണ്ട കാര്യമില്ലായിരുന്നു. ഇട്ടത് അൻവറാണെങ്കിലും അൻവറിന്റെ പിന്നിൽ നമ്മൾ പറഞ്ഞില്ലേ, രാഷ്ട്രീയമുണ്ട്, സമുദായമുണ്ട്, സാമുദായിക പ്രശ്നങ്ങളുണ്ട്, ഒപ്പം ഈ പോലീസിനകത്തെ കളിയുണ്ട്, CPM-നകത്തെ ഒരു വിഭാഗത്തിന്റെ കളി ഉണ്ടാവാം, കച്ചവട താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി, പ്രത്യേകിച്ച് മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഇനി അധികം നാളുകളില്ല, ഒരു 2 വർഷം തികച്ചില്ല. പിന്നെ 26-ന് ഏതാണ്ട് മാർച്ച് ആകുമ്പോൾ തന്നെ ഇതിന്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ ബൈ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ബൈ ഇലക്ഷൻ വരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി മുഴുവൻ പിന്നെ വലിയ ഫൈറ്റിന്റെ കാലമാണ്, രാഷ്ട്രീയ യുദ്ധത്തിന്റെ കാലമാണ്. പിന്നെ ഇതിനകത്ത് ഏതൊക്കെ ചേരിയിൽ ഏതൊക്കെ പോകുമെന്നുള്ള വിധത്തിൽ ഇപ്പം ശ്രീ അൻവറിനെ മാറ്റിയെടുക്കുന്നത് പോലെ തന്നെ പലരും പറഞ്ഞു കേൾക്കുന്നത് CPI-ക്കകത്ത് പോലും ഒരു ചെറിയ വിഭാഗം വളരെ പ്രതിസന്ധിയിൽ, ഒരു വലിയ വിഭാഗം അസ്വസ്ഥരാണ്. അതിലൊരു ചെറിയ വിഭാഗം പിന്നെ ചെറിയ വിഭാഗം അല്ല, ഒരു 3-1 പറയാവുന്ന വിഭാഗം
കോൺഗ്രസിലേക്ക് വീണ്ടും തിരിച്ചു പോകണം എന്ന് യു ഡി എഫിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. അവരുടെ കേന്ദ്ര നേതൃത്വം ഏതാണ്ട് അതിന് പച്ചക്കൊടി കാണിക്കുന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. മനസ്സിലായി. ഇങ്ങനെ പലവിധ പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ ഇതെങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നുള്ളതൊരു പ്രശ്നമാണ്. മനസ്സിലായി സർ. മുകേഷ് ഇഷ്യൂ പോലെ മനസ്സിലായി. അൻവർ ഇഷ്യൂ അത്ര പെട്ടെന്ന് സെറ്റിലാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഇനിയും ചർച്ചകളും വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം അപ്ഡേറ്റ്സ് എന്താണ് സംഭവിക്കുന്നതെന്ന്. നന്ദി.